സ്റ്റുഡൻസ്, അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ 5th ചാപ്റ്റർ ആയിട്ടുള്ള മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലേക്ക് എത്തി. നമ്മുടെ പ്ലാന്റ് കിങ്ഡം ഒക്കെ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെർഡോ, ജിംനോ, ആൻജിയോസ്പേം ഇതൊക്കെ തീർത്തു. Now we are going to move on to the next chapter. അതാണ് ഇത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലേ. എന്താണ് മോർഫോളജി എന്ന് പറഞ്ഞാല്? മോർഫോളജി എന്ന് പറഞ്ഞാല് ഒരു വസ്തു അല്ലെങ്കിൽ ഏതൊരു ജീവിയുടെയും എന്താണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഔട്ടർ ക്യാരക്ടേഴ്സുകളാണ് എന്ത് പറയുന്നത്? മോർഫോളജി എന്ന് പറയുന്നത്. നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ് എന്ത്? മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോ നിങ്ങളൊന്ന് നോക്കിക്കേ, ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ആ പ്ലാന്റ്സിനെ സംബന്ധിച്ചിട്ട് അവിടെ നമുക്ക് എന്തൊക്കെ ക്യാരക്ടേഴ്സുകൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും? എന്തൊക്കെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സുകളാണ് ഉള്ളത്? നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്ലവർ കാണാൻ പറ്റും അല്ലേ? ഒരു ഫ്ലവർ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ ഫ്ലവറിന്റെ ബാക്കിയായിട്ടുള്ള ഒരു സ്റ്റെമ്മ് കാണാൻ പറ്റും. അവിടെ നിന്ന് എന്താണ് അവിടെ നിന്ന് പിന്നെയും പോകുന്ന വേറൊരു ബ്രാഞ്ചോ സ്റ്റെമ്മിൽ നിന്നും ആരെ കാണാം? നമുക്ക് ലീഫുകളെ കാണാൻ പറ്റും അല്ലേ? ലീവ്സിനൊക്കെ പൂവിനേലും വലിയ ഇലയിൽ പോയി ക്ഷമിക്കണം. ഓക്കെ, ലീവ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത നോഡിൽ നിന്നും ഒരു നോഡ് അല്ലെ, അവിടെ നിന്നും പിന്നെ എന്താ പൂവാകാൻ റെഡിയായി നിൽക്കുന്ന ഒരു ബഡ് ഉണ്ടാവും അല്ലെ. പിന്നെ ആരൊക്കെ ഉണ്ടാവും? നമ്മുടെ മണ്ണിന്റെ താഴെയുള്ള റൂട്ട്സുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ചോദിക്കും മിസ്സേ, റൂട്ട്സ് കണ്ണുകൊണ്ട് കാണില്ലല്ലോ, റൂട്ട്സ് താഴെ ഉണ്ടല്ലോ, നമുക്ക് പറിച്ചെടുക്കുമ്പോൾ കാണാൻ പറ്റുമല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അതുമല്ല ചില റൂട്ട്സുകൾ ഇങ്ങനെ പൊക്കത്തോട്ട് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോ ഇത്രയും ആൾക്കാരുകളാണ് എന്ത്? ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സുകളുടെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഒരു വൈഡ് റേഞ്ച് ഓഫ് കുറെ സ്ട്രക്ചറൽ ഫ്ലവേഴ്സുകളുടെ ഔട്ടർ സ്ട്രക്ചേഴ്സുകളാണ്, അല്ലെങ്കിൽ ഔട്ടർ സ്ട്രക്ചേഴ്സുകളുടെ സ്റ്റഡീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോർഫോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സുകൾ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ സംബന്ധിച്ച് എന്തൊക്കെ ഉണ്ടാവും? റൂട്ട് ഉണ്ടാവും, സ്റ്റെം ഉണ്ടാവും, ലീഫ് ഉണ്ടാവും, ഫ്ലവർ ഉണ്ടാവും അല്ലെ. പിന്നെ ആരുണ്ടാവും? പിന്നെ നമ്മളുടെ ഫ്രൂട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ വേറെ എന്തുണ്ടാവും? സീഡ്. അങ്ങനെ കുറെ സീഡിന്റെ ഉള്ളിലാണ് ചില സീഡ്സുകൾ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്മുടെ ജിംനോസ്പേംസിന്റെ കേസിലാണെങ്കിൽ സീഡ്സുകൾ വെളിയിൽ കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഇത്രയുമാണ് എന്ത്? മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാൾക്കാരെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആളായിട്ടുള്ള നമ്മുടെ മണ്ണിന്റെ അടിയിൽ കാണപ്പെടുന്ന ആരാണ്? റൂട്ട്സ് അഥവാ വേരുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട്, അവരിൽ നിന്നും ഇവോൾവ് ചെയ്യുന്ന നമ്മുടെ സ്റ്റെമ്മുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ റൂട്ടിനെയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെമ്മിനെയുമാണ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് റൈറ്റ് നൗ. ഓക്കെ, അപ്പൊ നോക്കിക്കേടാ, നമുക്ക് നമ്മുടെ റൂട്ടിനെ പറ്റി നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. മെജോറിറ്റി ഓഫ് ദി പ്ലാന്റ്സുകളിലും അല്ലെങ്കിൽ പോട്ടെ, നമുക്ക് എല്ലാം വിടാം. നമുക്കറിയാം ഒരു സീഡ് അല്ലെ, ഒരു വിത്തിൽ നിന്നും 2 പാർട്ട് ഉണ്ടാവും അല്ലെ. വിത്ത് മുളച്ചു കഴിഞ്ഞാൽ ഒരു താഴ്ത്തോട്ടൊരു പാർട്ടും ഉണ്ടാവും, മേലോട്ടൊരു പാർട്ടും ഉണ്ടാവും അല്ലെ. താഴ്ത്തോട്ട് വളരുന്നതാണ് ആര്? നമ്മുടെ റൂട്ടുകൾ അഥവാ വേരുകൾ എന്ന് പറയുന്നത് അല്ലെ. ആ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? റാഡിക്കിൾ. എന്താണ്? റാഡിക്കിൾ. ഓക്കെ, റാഡിക്കിൾസുകളാണ് ഇവര്. ഇനി ഇവരിൽ നിന്നും മേലേക്ക് വളരുന്ന ആൾക്കാരാണ് ആര്? പ്ലൂമ്യൂൾ. അവരാണ് പിന്നീട് എന്തായി മാറുന്നത്? സ്റ്റെം ആയിട്ട് മാറുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോ ഒരു സീഡിൽ നിന്നും എന്ത് ഇവോൾവ് ചെയ്യുന്നുണ്ട്? 2 പാർട്സുകൾ ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ റൂട്ട്, അതെന്തായി ഡെവലപ്പ് ചെയ്യുന്നു? റാഡിക്കൽ, അതെന്തായി ഡെവലപ്പ് ചെയ്യുന്നു? റൂട്ടായി ഡെവലപ്പ് ചെയ്യുന്നു. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലൂമ്യൂൾ, അതാണ് എന്താവുന്നത്? സ്റ്റെം അഥവാ ഒരു പ്ലാന്റിന്റെ ഷൂട്ടുകളായി മാറുന്നത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന റൂട്ടില് മെയിൻ ആയിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ പ്രൈമറി റൂട്ട്, സെക്കൻഡറി, ടെർഷ്യറി, അങ്ങനെ കുറെ സ്റ്റേജസുകളുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞ? പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, അങ്ങനെ കുറെ സ്റ്റേജസുകളുണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ സീഡ്സുകളിൽ നിന്നും ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റൂട്ടാണ് ഇത് പ്രൈമറി റൂട്ടുകൾ എന്ന് വിളിക്കുന്നത്. പിന്നീട് അത് നമ്മുടെ സോയിലില് ബൊറീഡ് ആയിട്ട്, ഇപ്പൊ സോയിലിൽ അത് പിന്നീട് അവിടെ നിന്നുള്ള വളർച്ചേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്കൻഡറി ഗ്രോത്ത്, ടെർഷ്യറി ഗ്രോത്ത്, അല്ലെങ്കിൽ സെക്കൻഡറി റൂട്ട്, ടെർഷ്യറി റൂട്ട് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേടാ, ഇതില് ഇനി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെയിൻ ആയിട്ട് നമ്മുടെ ഈ റൂട്ട് സിസ്റ്റം. ഈ പ്രൈമറി റൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് അതിനെ 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റൂട്ട്സുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. മെയിൻലി ഒരു റൂട്ട്
റൂട്ടിനെ സംബന്ധിച്ചിട്ട് ആ റൂട്ട് 3 തരത്തില് കാണുന്നുണ്ട്. അതിലെ ഫസ്റ്റ് ടൈപ്പ്, സെക്കൻഡ് ടൈപ്പ് ആൻഡ് തേർഡ് ടൈപ്പ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പയറ് ചെടികള് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സാധാ, അതായത് സിമ്പിൾ റൂട്ടിംഗ് സിസ്റ്റം കാണിക്കുന്ന ഒരു റൂട്ടാണ് ആര്? ടാപ്പ് റൂട്ട് സിസ്റ്റം. എന്താണ്? ടാപ്പ് റൂട്ട് സിസ്റ്റം. നമ്മുടെ സീഡില്ലേ, സീഡിൽ നിന്നും ഇവരിങ്ങനെ വരുന്നു, പ്രൈമറി റൂട്ടായി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പോകുന്ന ടൈപ്പ് ഓഫ് സെക്കൻഡറി റൂട്ട് സിസ്റ്റം കാണിക്കുന്ന ആൾക്കാരാണ് ആര്? ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അവര് ഒട്ടും തന്നെ എന്തായിരിക്കില്ല, കൂടി ഇങ്ങനെ വളർന്ന് ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു റൂട്ട് ആയിരിക്കില്ല. വളരെ സിമ്പിൾ സ്ട്രക്ചേർഡുകളായിരിക്കും. അവരാണ് ആര്? ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് പൊതുവെ നമ്മുടെ മോണോകോട്ടിലിഡൻസ് പ്ലാന്റ്സുകളില് കാണുന്ന ഒരു ടൈപ്പ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഇവര്. ഇനി നോക്കിക്കേ, അതേസമയം നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് റൂട്ടാണ് ഇതേ റൂട്ട് തന്നെ, അതായത് ഇതേ സീഡിൽ നിന്നും റാഡിക്കലിൽ നിന്ന് പിന്നീട് ഇങ്ങനെ വളരാതെ, അതായത് ഇങ്ങനെ വളരാതെ സ്റ്റെമ്മിന്റെ അവിടെ നിന്ന് ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ ഭയങ്കര ബ്രാഞ്ചിലി ആയിട്ട് വളരുന്ന ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം ആണ് ഇത് ഫൈബറസ്. നാര് പോലെ കുറേ ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്ലൗഡി ആയിട്ട് കാണപ്പെടുന്ന ഒരു ടൈപ്പ് റൂട്ടിംഗ് സിസ്റ്റം ആണ്, റൂട്ട് സിസ്റ്റം ആണ് ഇത് ഫൈബറസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി വേറൊരു ടൈപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ട്. അതാണ് നിങ്ങൾ ഈ ആൽമരമൊക്കെ കണ്ടിട്ടുണ്ടോ? ആൽമരത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ, മരത്തിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ശാഖകളാണെന്ന് വിചാരിച്ച് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാരണം നിങ്ങൾ ശാഖകളാണെന്നായിരിക്കും മിക്കപ്പോഴും വിചാരിച്ചിട്ടുണ്ടാവും. ആക്ച്വലി അത് അതുങ്ങളുടെ ബ്രാഞ്ചസുകളല്ല, മറിച്ച് അത് എന്ത് തന്നെയാണ്? അവരുടെ റൂട്ട്സ് തന്നെയാണ്. അതായത് ഒരു പ്ലാന്റ് ഫുള്ളി മെച്യൂർഡ് ഗ്രോത്ത് എത്തിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു മരം അത് മെച്യൂർഡ് ഗ്രോത്ത് എത്തിക്കഴിഞ്ഞാൽ അവരുടെ റൂട്ട് ഭാഗത്ത് നിന്നല്ലാതെ വേറെ ഏതെങ്കിലും പ്ലാന്റ് പാർട്ടിൽ നിന്ന് വളരുന്ന ടൈപ്പ് ഓഫ് റൂട്ടിംഗ് സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റം. ഏതാണ്? അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റം. ഓക്കെ, ഈ അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാല് റൂട്ടിൽ നിന്നല്ലാതെ മറ്റ് പ്ലാന്റുകളുടെ പാർട്ടിൽ നിന്നും വളരുന്ന ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം ആണ് ഇത് അഡ്വന്റേഷ്യസ് ആയിട്ടുള്ള റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ വേരുകളെ സംബന്ധിച്ച് വേരുകള് പല ടൈപ്സുകളുണ്ട്. 3 ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഏതാണ്? ടാപ്പ് റൂട്ട് സിസ്റ്റം. റാഡിക്കലിൽ നിന്നും വളരെ സിമ്പിൾ ആയിട്ട് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന സിംപ്ലിസിറ്റി ഉള്ള ആൾക്കാരാണ് ആര്? ടാപ്പ് റൂട്ട് സിസ്റ്റം. നമ്മൾ ജസ്റ്റ് ഈ ടാപ്പ് ക്രെഡിറ്റ് കാർഡുകൾ എന്നൊക്കെ പറയില്ലേ, ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നു, വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവരിലേക്ക് ഒരു വലിയ ക്യാഷ് ഡെബിറ്റഡ് ആവുന്നു അല്ലെ. അതേസമയം ഫൈബറസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റാഡിക്കൽസുകളിൽ നിന്നും അതിന് കുറെ പെട്ടെന്ന് ചെയ്യത്തില്ല, നന്നായിട്ടൊരു റൂട്ടിംഗ് സിസ്റ്റം കാണിക്കാൻ പറ്റില്ല. അപ്പോ അവരെന്ത് ചെയ്യും? നമ്മുടെ സ്റ്റെമ്മിൽ നിന്നും വേരുകള് ഡെവലപ്ഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റം ഓഫ് റൂട്ടിനെയാണ് നമ്മൾ വിളിക്കുന്നത്? ഫൈബറസ് റൂട്ട് സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ദ തേർഡ് വൺ, മൂന്നാമത്തേതാണ് അത് അഡ്വന്റേഷ്യസ് ആയിട്ടുള്ള റൂട്ട് സിസ്റ്റം. അവരെവിടെ നിന്നാണ്? നമ്മുടെ റൂട്ടിൽ നിന്നല്ലാതെ, നമ്മളുടെ ഇവിടെ നിന്നല്ലാതെ വേറെ ഏതെങ്കിലും പ്ലാൻ ബോഡിയിൽ നിന്നും റൂട്ട്സുകളെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ആര്? അഡ്വന്റേഷ്യസ് ആയിട്ടുള്ള റൂട്ട് സിസ്റ്റങ്ങൾ. പിന്നെ ആൽമരമല്ലാതെ നിങ്ങൾ ഈ നമ്മുടെ മോൺസ്റ്റർ മണി പ്ലാന്റ് ഇല്ലേ, അവരെ പോലത്തെ വേറൊരു പ്ലാന്റ് ഉണ്ട്. ഇങ്ങനെ നല്ല വലിയ ഇലകളാ, അതിങ്ങനെ കീറി ഇരിക്കുന്ന ടൈപ്പ് ഓഫ് ഇലയുള്ള ഒരു ചെടിയാണ് കേട്ടോ. അവരും ഈ അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റത്തിൽ വരുന്ന ആൾക്കാരാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിക്കേ, നിങ്ങൾക്ക് ഒരു നല്ല ടാപ്പ് റൂട്ട് സിസ്റ്റം തന്നിട്ടുണ്ട്. അതായത് മെയിൻ റൂട്ട് ഇതാണ് അല്ലെ, മെയിൻ റൂട്ടിൽ നിന്നും മെയിൻ റൂട്ട് ഇതാണ്, അതിൽ നിന്നും പിന്നീട് ശാഖകൾ പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ആര്? ടാപ്പ് റൂട്ട് സിസ്റ്റം. അതേസമയം ഫൈബറസ്, നമ്മുടെ ഈ പുല്ലൊക്കെ കണ്ടില്ലേ, പുല്ലിന്റെയൊക്കെ വേര് കണ്ടിട്ടില്ലേ, ഭയങ്കര ഭയങ്കര ഇങ്ങനെ കൂട്ടമായിട്ടിരിക്കുന്ന ഒരു ഭംഗിയില്ലാത്ത വേരുകളാണ് ആർക്ക്? നമ്മുടെ ഫൈബറസിനുള്ള. അഡ്വന്റേഷ്യസ് ആകുമ്പോൾ അവരുടെ മെയിൻ റൂട്ട് സിസ്റ്റത്തിൽ നിന്നല്ലാതെ മറ്റേതെങ്കിലും പ്ലാൻ പാർട്ടിൽ നിന്നും റൂട്ട്സുകൾ ഇവോൾവ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? അഡ്വന്റേഷ്യസ് ആയിട്ടുള്ള റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേടാ, നമ്മളുടെ റൂട്ടുകളെ സംബന്ധിച്ച് റൂട്ട്സിന് പല രീതിയിലുള്ള റീജിയൻസുകളുണ്ട്. അപ്പൊ നമുക്ക് ഇവരെ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്തോന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നോക്കിക്കേ,
wide range in the structure of our higher plants will never be എന്താ fall to a fantasy for us അല്ലേ? പല രീതിയിലുള്ള പ്ലാന്റ്സുകൾക്കും പല രീതിയിലുള്ള ഒരു ഫാന്റസി മോഡാണ് ഉള്ളത്. ഈവൻ ദോ ആൻജിയോസ്പേം ഷോസ് എ സച്ച് ഡിഫറൻസ് ഡൈവേഴ്സിറ്റി ഓഫ് ഫ്ലവേഴ്സുകളുടെ സ്ട്രക്ചേഴ്സിൽ കാണിക്കുന്നുണ്ട് അല്ലെ. അത്തരത്തിലുള്ള ഒരു കണ്ണിന് കുളിർമയേകുന്ന പലതരത്തിലുള്ള ഒരു ഡൈവേഴ്സിറ്റി സ്ട്രക്ചറൽസുകളുടെ സ്റ്റഡീസ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ക്യാരക്ടേഴ്സുകളെ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ അതിനെ സ്റ്റഡി നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? മോർഫോളജിക്കൽ സ്റ്റഡീസ് അഥവാ മോർഫോളജി. നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനത്തിന്റെ ക്യാരക്ടർ. ഓക്കെ, ഔട്ട്സൈഡ് ക്യാരക്ടേഴ്സുകളാണ്. ആ ഔട്ട്സൈഡ് ക്യാരക്ടേഴ്സിൽ വരുന്ന ആളാണ് ആര്? ആദ്യത്തെ ആൾ ആരാണ്? നമ്മുടെ വേരുകൾ അല്ലെ, റൂട്ട്സുകൾ. ആ റൂട്ട്സ് ഇങ്ങനെയൊക്കെയുണ്ട്. ഫൈബ്രസ് റൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ എങ്ങനെയാ ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ട്, ആൻഡ് ഓൾസോ അഡ്വന്റേഷ്യസ് ആയിട്ടുള്ള റൂട്ട്സുകളും ഉണ്ട് അല്ലെ. പ്ലാന്റിന്റെ ഏതെങ്കിലും ബോഡി പാർട്ടിൽ നിന്നും ഇവോൾവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം. പിന്നെ ഏതാ നമ്മൾ കണ്ടത്? റൂട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്താ വരുന്നത്? റൂട്ടിൽ നിന്നും പിന്നെ അവിടെ നിന്ന് ആര് ഇവോൾവ് ചെയ്യുന്നു? നമ്മുടെ സ്റ്റെം ഇവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ സ്റ്റെം എന്തായി? സ്റ്റെമ്മ് മേലേക്ക് പുറപ്പെട്ടു ആണല്ലോ. സ്റ്റെമ്മ് മേലേക്ക് ഇവോൾവ് ആയി. പിന്നെ എന്ത് സംഭവിക്കും? പിന്നെ അവിടെ നമുക്ക് ആരെ കാണാൻ പറ്റും? സ്റ്റെമ്മിൽ നിന്നും പിന്നീട് ആര് വരുന്നുണ്ട്? നമുക്ക് ലീഫുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബഡ്സുകൾ. ഇതെല്ലാം എന്താണ്? മോർഫോളജിക്കൽ ക്യാരക്ടർ ഓഫ് എ ട്രീ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആണ് അല്ലെ. ഇനി നോക്കിക്കേടാ, ഇവിടെ നിന്നും ലീഫും ബഡ്സും മാത്രമാണ് ഉണ്ടാവുക അല്ല അല്ലെ. പിന്നീട് ഇവിടെ ആരൊക്കെ ഉണ്ട്? നമുക്ക് ഇവിടെ ആരൊക്കെ വരും? നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ടാവും അല്ലെ. ചെമ്പരത്തിയോ റോസോ എന്തെങ്കിലും. ഓക്കെ, ഇത് പൂവായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, പിന്നീട് ഇവിടെ നമുക്ക് ആരൊക്കെ കാണാൻ പറ്റും? വേറെ ആരെങ്കിലും കാണാൻ പറ്റുമോ? ഇപ്പൊ ഇതൊരു തക്കാളി ചെടിയാണെങ്കിൽ നമുക്ക് ഇവിടെ നല്ലൊരു പഴുപഴുത്ത ഒരു തക്കാളി നമുക്ക് കാണാൻ പറ്റും അല്ലെ. തക്കാളി ഉണ്ടാവും. അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ ആരൊക്കെയാണ്? റൂട്ട്, ലീഫ്, സ്റ്റെമ്മ്, ഫ്ലവർ, ഫ്രൂട്ട്സ് ഒക്കെ കാണുന്ന അത്തരത്തിലുള്ള പുറമേ കാണുന്ന ഒരു സ്റ്റഡി ഓഫ് എന്താണ് ക്യാരക്ടേഴ്സുകളെയാണ് എന്ത് നമ്മൾ വിളിക്കുന്നത്? മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. അവരുടെ മോർഫോളജി എന്ന് പറയും. അതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് ആരെ ഡിസ്കസ് ചെയ്തു? നമ്മുടെ റൂട്ടിനെ ഡിസ്കസ് ചെയ്തു. ഇനി നോക്കിക്കേ, ഈ റൂട്ട്സുകളുടെ മറ്റ് പ്രോപ്പർട്ടീസുകൾ അല്ലെങ്കിൽ ഈ റൂട്ട്സുകളെ എന്താണ് ചെയ്യണേന്നാണ് നമുക്ക് അറിയേണ്ടത്. റൂട്ട്സുകൾ എവിടെ നിന്ന് മക്കളെ ഫോം ചെയ്യുന്നത്? സീഡിൽ നിന്നും 2 പാർട്ട് ഉണ്ടാവും. ഒരു റാഡിക്കിളും ഉണ്ടാവും, ഒരു പ്ലൂമ്യൂൾ പാർട്ടും ഉണ്ടാവും. അതിൽ റാഡിക്കൽ പാർട്ടിൽ നിന്നാണ് ആരുണ്ടാവുന്നത്? നമ്മുടെ റൂട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, അത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. ഇനി നോക്കിക്കേ, നമുക്ക് റൂട്ടിന്റെ റീജിയൻസുകൾ നോക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു ഫേസ് ഓഫ് ഗ്രോത്ത് പോലെ നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. നിങ്ങൾ ആദ്യമേ എവിടെയായിരിക്കും ഉണ്ടാവുക? നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ വളരെ സേഫ് ആയിട്ടായിരിക്കും ഇരിക്കുക. യു ആർ സേഫ് അറ്റ് യുവർ അമ്മാസ് യൂട്രസിലായിരിക്കും ഇരിക്കുക. അപ്പൊ നിങ്ങൾ ആ സമയത്ത് ഒരു കുഞ്ഞു ഫീറ്റസ് ആണ് അല്ലെ. ഒരു കുഞ്ഞു ഫീറ്റസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, നല്ലൊരു പ്രൊട്ടക്റ്റീവ് കവറിങ്ങിൽ ഇരിക്കുകയാണ്. അപ്പോ അമ്മേന്റെ വയറ്റിൽ നിങ്ങൾ പ്രൊട്ടക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആ കവറിങ് പോലെ നമ്മുടെ റൂട്ടിനും ഒരു കവറിങ് ഉണ്ട്. അതാണ് എന്ത്? റൂട്ട് ക്യാപ്പ് എന്ന് വിളിക്കും. എന്താണ്? റൂട്ട് ക്യാപ്പ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നിങ്ങളുടെ അമ്മയുടെ വയറ്റിൽ സേഫ് ആയിട്ട് ഇരിക്കുന്നത് പോലെ റൂട്ട്സുകൾക്കും എന്തുണ്ട്? റൂട്ട്സുകൾക്കും ഒരു നല്ലൊരു കവറിങ് ആയിട്ടുള്ള ഒരാളുണ്ട്. അയാളാണ് ആര്? റൂട്ട് ക്യാപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി നിങ്ങൾ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തോട്ട് വന്നു. അപ്പൊ എന്ത് പറ്റും? നിങ്ങൾ മെല്ലെ മെല്ലെ എന്ത് ചെയ്യും? വളരാൻ തുടങ്ങും അല്ലെ. കുഞ്ഞതായിട്ട് നിങ്ങൾ വളരാൻ തുടങ്ങും. കുഞ്ഞു പിച്ചക്കാലുകൾ പിച്ച വെച്ച് തുടങ്ങും. പിച്ചക്കാലല്ല കേട്ടോ, സോറി. ഓക്കെ, പിച്ചക്കാൽ വെച്ച് പിച്ച വെച്ച് നിങ്ങൾ നടന്നു തുടങ്ങും. ഓക്കെ, അങ്ങനെ പിച്ച നടക്കുന്ന പോലെ ഇവര് കുഞ്ഞതായിട്ട് ഒരു ഗ്രോത്ത് നടത്തും. ഭയങ്കരമായിട്ട് ഇവർ ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഗ്രോത്ത് ആണ് എന്ത്? മെരിസ്റ്റമാറ്റിക് റീജിയൻ അഥവാ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ഗ്രോത്ത് എന്ന് നമ്മൾ വിളിക്കും. റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഓർ മെരിസ്റ്റമാറ്റിക് ഗ്രോത്ത്. മെരിസ്റ്റമാറ്റിക് റീജിയൻ ഓഫ് ഗ്രോത്ത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കുഞ്ഞതായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ കുഞ്ഞതായിട്ട് മാത്രമാണോ നിങ്ങൾ വളരുന്നേ? ഇല്ല അല്ലെ. നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് പൊക്കം വെക്കും അല്ലെ. അതുപോലെ നമ്മുടെ പ്ലാന്റ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഇച്ചിരി ഒന്ന് പൊക്കം വെക്കും. അപ്പൊ പൊക്കം വെക്കുമ്പോ അവരുടെ സെൽസ് ഇങ്ങനെയാണ്. വേറെ കളർ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോ അവരുടെ
എന്താണ് അവർക്ക് ഇച്ചിരി പൊക്കം വെക്കും നമുക്ക്. അപ്പൊ എന്താണ് നമ്മളെങ്ങനെ ഇങ്ങനെ വളരാൻ തുടങ്ങും അല്ലെ. ഇങ്ങനെ വളരുമ്പോഴേക്കും നമുക്ക് പൊക്ക വെക്കുന്നത്. അപ്പൊ അതുപോലെ നല്ല ഇലോങ്ങേഷൻ ആയിട്ടുള്ള ഒരു പീരീഡിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മളപ്പോ മെരിസ്റ്റമാറ്റിക് പിച്ച വെച്ച് നടന്ന് നിർത്തി. പിന്നെ നമ്മൾ എന്തായി റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, നമ്മള് വളർന്ന് വലിയ കുട്ടികളായി, നമുക്ക് ഹൈറ്റ് വെക്കാൻ തുടങ്ങി. അപ്പോ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിൽ നിങ്ങൾ എത്തി, നിങ്ങൾക്ക് പൊക്കം വെച്ചു. ഒബ്വിയസ്ലി നമുക്ക് പൊക്കം വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ ഗ്രോത്ത് എങ്ങനെയാടാ? നമ്മൾ കുറച്ച് മെച്ചോർഡ് ആവും അല്ലെ. വി വിൽ ബിക്കം ലിറ്റിൽ ബിറ്റ് മോർ മെച്ചോർഡ് ആയി നമ്മൾ മാറും അല്ലെ. നമ്മൾ ഇത്തിരി എന്താ പറയാ, എനിക്ക് പൊക്കമൊക്കെ വെച്ചു, ഞാനൊരു വലിയ പുരുഷനായി, എനിക്ക് പൊക്കമൊക്കെ വെച്ചു, ഞാൻ വലിയൊരു പെൺകുട്ടിയായി എന്നുള്ളൊരു മൈൻഡ് നമുക്ക് എല്ലാവർക്കും വരും അല്ലെ നമ്മുടെ ടീനേജ് പ്രായത്തില്. എന്ന് പറയുന്നത് പോലെ അടുത്തൊരു റീജിയൻ എന്ന് പറഞ്ഞാല് നിങ്ങളുടെ മെച്യൂറേഷൻ ഫേസ് എന്ന് പറയുന്ന പോലെ പ്ലാന്റ്സുകൾക്ക് ഉണ്ട് ഒരു മെച്യൂറേഷൻ ഫേസ്. പ്ലാന്റ്സുകൾ ഇങ്ങനെ നന്നായിട്ട് എന്ത് ചെയ്യും? വളരാൻ തുടങ്ങും. പ്ലാന്റ്സുകൾ വളർന്നു കഴിഞ്ഞു. റൂട്ടുകൾ, പ്ലാന്റ്സിൽ ആരെ പഠിക്കുന്ന റൂട്ടാണ് കേട്ടോ. റൂട്ടിന്റെ റീജിയനിൽ റൂട്ട് എങ്ങനെ എത്തി? മെച്യൂറേഷൻ സ്റ്റേജിൽ എത്തി. റീജിയൻ ഓഫ് മെച്യൂറേഷൻ. ഓക്കെ, മെച്യൂറേഷനിൽ നമ്മുടെ പ്ലാന്റ്സുകൾ എത്തിക്കഴിഞ്ഞു. നിങ്ങളല്ല പ്ലാന്റ്സ്. ഓക്കെ, മെച്യൂറേഷൻ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും എന്ത് പറ്റും? അമ്മ പറയും, മോളെ നീ ഇപ്പൊ ഇത്തിരി വലുതായില്ല, ഇനി നീ നിന്റെ മുടിയൊക്കെ എന്റെ മുടി അധികമില്ല, അത് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, നീ നിന്റെ മുടിയൊക്കെ വളർത്തിക്കോ എന്ന് പറയുന്നത് പോലെ ചെക്കന്മാർക്കൊക്കെ മീശ വരുന്നത് പോലെ ആർക്കും എന്ത് വരാൻ തുടങ്ങും? നമ്മുടെ റൂട്ട്സുകൾക്ക് എന്ത് വരാൻ തുടങ്ങും? റൂട്ട് ഹെയർസുകൾ വരാൻ തുടങ്ങും. എന്ത് വരും? റൂട്ട് ഹെയർസുകൾ വരാൻ തുടങ്ങും. അതാണ് നിങ്ങളുടെ ഈ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഇത്രയും വലിയൊരു സ്ട്രക്ചർ. അപ്പൊ അത് കണ്ണൊന്നും നിങ്ങൾ പേടിക്കണ്ട. എന്താണ്? ആദ്യമേ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തില് ഇരിക്കുന്നത് പോലെ, സേഫായിട്ട് ഇരിക്കുന്നത് പോലെ റൂട്ട്സുകൾ മണ്ണിലേക്ക് ഇറങ്ങൂലേ? മണ്ണിലേക്ക് ഇറങ്ങി വെള്ളവും ന്യൂട്രിയൻസുകളും വലിച്ചെടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ വലിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് മറ്റു ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവർക്കൊരു പ്രത്യേകത്തിലുള്ള ഒരു കവറിങ് ആയിട്ടുള്ള റൂട്ട് ക്യാപ്പ് ഉണ്ട്. ഒരു റൂട്ട് ക്യാപ്പ് ഉണ്ട് കേട്ടാ. പിന്നീട് എന്താ പറ്റുന്നേ? അമ്മയുടെ വയറ്റിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിച്ച വെച്ച് നടന്ന് വളരുന്നത് പോലെ ഇവരും എന്താ കുഞ്ഞു ഡിവിഷൻസുകൾ മാറിയിട്ടുള്ള ഒരു എന്തിലേക്ക് എത്തും? നിങ്ങൾ ഒരു അവരൊരു മെരിസ്റ്റമാറ്റിക് ഗ്രോത്തിലേക്ക് they will become entered. ഓക്കെ, ഇതെന്തായിരുന്നു? റൂട്ട് ക്യാപ്പ് ആയിരുന്നു അല്ലെ. റൂട്ട് ക്യാപ്പ്. ഇനി നോക്കിക്കേ, മെച്യൂറേഷൻ ആയി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ മെല്ലെ എന്ത് പറ്റും? വളരാൻ തുടങ്ങും അല്ലെ. കുഞ്ഞു കാലടി വെച്ച് പിന്നീട് നിങ്ങൾക്ക് പൊക്കം വെക്കാൻ തുടങ്ങും. പൊക്കം വെക്കുന്ന സ്റ്റേജ് പോലെ പ്ലാന്റ്സുകളെ വിളിക്കുന്ന സ്റ്റേജ് ഏതാണ്? റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. എന്താണ്? റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. ക്ലിയർ ആയല്ലോ? ഈ ഇലോങ്ങേഷൻ വെച്ച് കഴിഞ്ഞാൽ, പൊക്കം വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്ത് പറ്റും? അവരടുത്ത സ്റ്റേജിലേക്ക് എത്തുന്നത് എങ്ങനെയാ? മെച്യൂറേഷൻ. ഒരു മിനിറ്റ്, വേറെ കളർ എടുക്കാവേ. ഓക്കെ, മെച്യൂറേഷൻ സ്റ്റേജിൽ ആരെത്തും? നമ്മുടെ പ്ലാന്റ്സുകൾ എത്തും. മെച്യൂറേഷൻ റീജിയൻ. മെച്യൂറേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്താ പറ്റുന്നത്? ഇങ്ങനെ വളർന്ന് നല്ല തിക്കായിട്ട് ആ ഗ്രോത്ത് കുറച്ചധികം ഉണ്ടാവും. ഇങ്ങനെ ഇത്രയും വരെയും പോവും. പിന്നെ നിങ്ങൾക്ക് മെച്യൂർഡായ എന്ത് പറയും? നിങ്ങളോട് അമ്മ പറയും, മോളെ നീ വലുതായി, നിനക്ക് മുടി വളർത്തിക്കോ. അല്ലെങ്കിൽ ചെക്കന്മാര് വലുതാകുമ്പോ അവർക്ക് മീശയൊക്കെ പൊടിയൂലേ എന്ന് പറയുന്ന പോലെ എന്താണ്? മെച്യൂർഡ് ഫേസിലാവുമ്പോൾ പ്ലാന്റ്സുകൾക്ക് എന്ത് വരാൻ തുടങ്ങും? റൂട്ട്സുകൾ വരാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ റൂട്ട്സുകളുടെ റൂട്ട്സുകളുടെ റീജിയൻസുകൾ എന്ന് വിളിക്കുന്നത്. ആരൊക്കെയുണ്ട്? റൂട്ട് ക്യാപ്പ് ഉണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, റീജിയൻ ഓഫ് മെച്യൂറേഷൻ, പിന്നെന്താ? റൂട്ട് ഹെയർസുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവരുടെ റീജിയൻസുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി നോക്കിക്കേ, നമ്മുടെ റൂട്ട്സുകളുടെ റൂട്ട്സുകളുടെ ഫങ്ഷൻ എന്തൊക്കെയാണ്? റൂട്ട്സുകൾ എന്ത് ചെയ്യും? പ്ലാന്റ്സുകളുടെ ഗ്രോത്തിനെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരാളാണ് അല്ലെ. ദെൻ ഇവരുടെ ഈ ഹെയർസ്. അപ്പോ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതാണല്ലോ ഇവരുടെ മെച്യൂറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പ്ലാന്റിന്റെ അല്ലെങ്കിൽ ഒരു റൂട്ടിന്റെ സെക്ഷൻ എടുക്കുന്നത്. കാരണം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ടിനെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസുകളും കിട്ടും. കാരണം ഇവിടെ എടുത്തിട്ട് കാര്യമില്ല. ഇവിടെ മിക്ക ആൾക്കാരും ആരുമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ കവറിങ് ആണ്. ഇവിടെ ആണെങ്കിലോ അവർ ഗ്രോത്തിങ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇവിടെ പൊക്കത്തിന്റെ അളവാ. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മള് റൂട്ട്സുകളുടെ സെക്ഷൻ എടുക്കുന്നത്. ഓക്കെ, സെക്ഷൻ എടുക്കാനൊക്കെ നിങ്ങൾ പഠിക്കൂ കേട്ടോ. അപ്പൊ അത്രയും ക്ലിയർ ആയല്ലോ റൂട്ട്സുകളുടെ റീജിയൻസുകൾ.
ഇനി നോക്കിക്കേ ഇവരുടെ ഫംഗ്ഷൻ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്. റൂട്ട്സുകള് മെയിൻ ആയിട്ട് നമ്മുടെ മണ്ണിന്റെ അടിയിലാണല്ലോ ഇവർ കാണപ്പെടുന്നത്. ഓക്കെ, മണ്ണിന്റെ അടിയിൽ കാണപ്പെടുന്ന ഈ റൂട്ട്സുകളുടെ താഴെ ആരൊക്കെ ഉണ്ടാവും? സോയിൽ ഉണ്ടാവും, അതുപോലെ തന്നെ മിനറൽ ഉണ്ടാവും. സോയിൽ ആരൊക്കെ ഉണ്ടാവും? മിനറൽസ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, ആവശ്യത്തിനുള്ള എല്ലാ ആൾക്കാരും ഉണ്ടാവും അല്ലെ. പിന്നെ ടോക്സിൻസുകളും ഉണ്ടാവും. ആ ടോക്സിൻസുകളെ മനസ്സിലാക്കി പ്ലാന്റ്സുകൾക്ക് വലിച്ചെടുക്കാതിരിക്കാൻ സഹായിക്കുന്ന വേറെ ഒരുപാട് മെക്കാനിസംസുകളും ഉണ്ട്. അത് നിങ്ങൾ പഠിക്കും. അതിപ്പോ നിങ്ങൾ നോക്കട്ടെ, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഈ പറയുന്ന വെള്ളവും മിനറൽസ് ഒക്കെ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് ഫസ്റ്റ് റൂട്ടിനുള്ളത്. എന്താണ്? അബ്സോർപ്ഷൻ ഓഫ് മിനറൽസ് ആൻഡ് വാട്ടർ അല്ലെ. അതാണ് ആരുടെ മെയിൻ ഫംഗ്ഷൻ? നമ്മുടെ റൂട്ടിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആണല്ലോ. പിന്നെന്താ? അവിടെ മണ്ണില് അവരിങ്ങനെ നിലനിർത്താൻ സഹായിക്കുന്നു, ഒരു ആങ്കർ ആയിട്ട്. ഇപ്പൊ നമ്മള് ഷിപ്സിലൊക്കെ പോകുമ്പോ ഷിപ്പ് പെട്ടെന്ന് എന്തെങ്കിലും ഒഴുക്കോ കാര്യങ്ങളൊക്കെ വരുമ്പോ ക്യാപ്റ്റൻസ് എന്ത് പറയും? ആങ്കർ ത്രോ ചെയ്ത് എന്ത് ചെയ്യും? ഷിപ്പ് ഒന്ന് കുറച്ചു നേരം നമുക്ക് നിർത്തിയിടാം, സ്റ്റേഗ്നന്റ് ആയിട്ട് വെക്കാന്ന് പറയും അല്ലെ. എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ വരച്ചാലും എങ്ങനെയാവും എനിക്കറിയില്ല. ഓക്കെ, ആങ്കർ, ഈ സാധനം കണ്ടിട്ടില്ലേ നിങ്ങള്? എന്ന് പറയുന്നത് പോലെ പ്ലാന്റ്സുകളെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന ആളാണ് ആര്? റൂട്ട് എന്ന് പറയുന്നത്. ഇതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത്രയുമാണ് നമുക്ക് റൂട്ടിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ക്ലിയർ ആയല്ലോ എല്ലാം? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്റ്റെമ്മിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റെം ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ റൂട്ട്സ് ഒന്നും കൂടെ പറയാം. റൂട്ട്സ് എന്ന് പറയുമ്പോഴേക്കും ഏറ്റവും ബേസിക് ആയിട്ട് കാണപ്പെടുന്ന പ്ലാന്റുകൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു പാർട്ടാണ്. സം ഓഫ് ദ മോർഫോളജിക്കൽ ക്യാരക്ടർ ഓഫ് എ ഫ്ലവർ ആണ് എന്ത്? റൂട്ട് എന്ന് പറയുന്നത്. അവരുടെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വെള്ളവും മറ്റു മിനറൽസുകളും പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസുകൾ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ് പാർട്ടാണ് ആര്? നമ്മുടെ റൂട്ട് അഥവാ വേരെന്ന് പറയുന്നത്. ആൻഡ് മെജോറിറ്റി ഓഫ് ദ ഡൈക്കോട്ട് പ്ലാന്റ്സുകളിലും ഇലോങ്ങേഷൻ ഓഫ് റാഡിക്കൽ ഈസ് ഫോർമേറ്റഡ് ഇൻ ടു പ്രൈമറി റൂട്ട്. പിന്നീട് അതെന്തായി മാറുന്നു? മണ്ണിൽ ബറീഡ് ആയതിനു ശേഷം സെക്കൻഡറി, ടെർഷ്യറി എന്ന രീതിയിൽ അവരായിക്കൊണ്ടിരിക്കുന്നു, വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്ന ആ ബ്രാഞ്ച് ഓഫ് ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? നമ്മുടെ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതേസമയം നമ്മുടെ മോണോകോട്ടിലിഡൻ പ്ലാന്റ്സുകളിൽ നോക്കുകയാണെങ്കിൽ അവർക്കത് വളരെ ഷോർട്ട് ലൈഫ് പീരീഡ് ആണ്. നമ്മുടെ മാവ് അങ്ങനത്തെ ആൾക്കാരിലെ ഒറ്റയുള്ള കോട്ടുകൾ, അതായത് ഒരു സീഡ് മാത്രം കാണപ്പെടുന്ന പ്ലാന്റ്സുകളിലൊക്കെ ഈ പറയുന്ന ടാപ്പ് റൂട്ട് സിസ്റ്റം അത്ര പോസിബിൾ അല്ല. എന്ത് പറ്റും? നേരത്തെ പറഞ്ഞതുപോലെ റാഡിക്കലിൽ നിന്നും അവർ എന്ത് ചെയ്തില്ല? അധികം ഗ്രോത്ത് കാണിക്കില്ല. അപ്പൊ എന്ത് പറ്റും? ഇവിടെ ആ ഗ്രോത്ത് നിന്നു പോകും. സോ എന്ത് ചെയ്യുന്നു? അപ്പോൾ നമ്മുടെ ആര് വരുന്നു? റൂട്ട്സുകളിൽ നിന്നും റൂട്ട്സുകള് ഈ റാഡിക്കലിന് പകരം ഇവര് വലുതായതിനു ശേഷം ഇവർക്ക് സ്റ്റെം ഒക്കെ ആവുമല്ലോ. ഈ സ്റ്റെം ആകുമ്പോൾ സ്റ്റെമ്മിൽ നിന്നും റൂട്ട്സുകൾ ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് ഇത് നമ്മുടെ ഫൈബറസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഫൈബറസ് റൂട്ട് സിസ്റ്റത്തിന് ലൈക്ക് അവർക്ക് എക്സാമ്പിൾ നമുക്ക് ഗ്രാസ് ഒക്കെ പറയാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പുല്ല്, നല്ല കട്ട കൂടിയ റൂട്ട്സുകളായിരിക്കും അവർക്ക് ഉണ്ടാവുക. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ദാറ്റ് ദി അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റം. അഡ്വന്റേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പാർട്ട് ഫ്രം നമ്മുടെ റൂട്ട്സുകളിൽ നിന്നല്ലാതെ മറ്റ് പ്ലാന്റ് പാർട്ടുകളിൽ നിന്നും എന്താണ് ഇവോൾവ് ചെയ്യുന്ന ആൾക്കാരാണ് ഏത് ടൈപ്പ് ഓഫ് റൂട്ട്സ്? അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ എന്ത് കണ്ടു? പിന്നീട് നമ്മൾ നമ്മുടെ റൂട്ടുകളുടെ റീജിയൻസുകൾ കണ്ടു അല്ലെ. റൂട്ട്സിന് പലതരത്തിലുള്ള റീജിയൻസ് ഉണ്ട്. സോ ദ ഫസ്റ്റ് റീജിയൻ ഏതാണ്? നമ്മുടെ റൂട്ട് ക്യാപ്പ് ആയിരുന്നു അല്ലെ. ഫസ്റ്റ് റീജിയൻ റൂട്ട് ക്യാപ്പ്. സെക്കൻഡ് റീജിയൻ ഏതായിരുന്നു? സെക്കൻഡ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി അല്ലെ. ആക്ടിവിറ്റി. പിന്നീട് നമ്മൾ പിച്ച വെച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പറ്റും? നീളം വെക്കും അല്ലെ. റീജിയൻ ഓഫ് ഇലോങ്കേഷൻ. ഓക്കെ, പിന്നീട് എന്താ സംഭവിക്കുന്നത്? പൊക്കം വെച്ച് കഴിഞ്ഞാൽ റീജിയൻ ഓഫ് മെച്ചുറേഷൻ. മെച്ചുറേഷൻ.
പിന്നീട് എന്ത് സംഭവിക്കുന്നു? മെച്ചുവേർഡ് ആയി കഴിഞ്ഞാൽ അമ്മ പറയും മോളെ മുടിയൊക്കെ വളർത്തിക്കോ, വലിയ കുട്ടിയായി. അല്ലെങ്കിൽ എന്ത് പറയും? വലിയ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, കുഞ്ഞു കുട്ടികളാകുമ്പോഴും മുടി വളർത്തുന്നതിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, പിന്നെ ഏതാണ്? മെച്ചുവേർഡ് ആയി കഴിഞ്ഞാൽ റൂട്ട് ഹെയർസ് ഡെവലപ്ഡ് ആവും. ആ കുട്ടികൾ മെച്ചുവേർഡ് ആവുമ്പോൾ മീശ വരുന്നത് പോലെ റൂട്ട് ഹെയർസ് വിൽ ബി ദർ. ആരില്? നമ്മുടെ റൂട്ടില്. അപ്പൊ റൂട്ടിന്റെ വ്യത്യസ്തമായ റീജിയൻസുകളാണ് ആര്? ഈ പറയുന്നവരല്ല. ഓക്കെ, അപ്പൊ റൂട്ട് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റെമ്മിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ സ്റ്റെമ്മിലായിട്ട് കടന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ് സ്റ്റെം എന്ന് പറഞ്ഞാൽ? എന്താ? സ്റ്റെം എന്ന് പറഞ്ഞാല് നമ്മുടെ ചെടികളിൽ കാണപ്പെടുന്ന തണ്ട് അഥവാ ശാഖകളാണ് അല്ലെ എന്ത് സ്റ്റെം എന്ന് പറയുന്നത്. ഒരു മനയില്ലാണ്ട് ഇപ്പൊ അല്ലേ. ഇതാ ഇങ്ങനെ എന്താ പറയാ, കുറെ ബ്രാഞ്ചസുകൾ കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്ന ബ്രാഞ്ചസ് ഇല്ല, ഒറ്റ ഇതിൽ കാണുന്ന ആൾക്കാരും ഉണ്ട് അല്ലെ. അപ്പോ എന്താണ്? അവരാണ് എന്ത്? സ്റ്റെം അഥവാ തണ്ടുകൾ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഈ ബ്രാഞ്ചസുകൾ എന്ന് പറയുമ്പോൾ അവരുടെ ആക്സിസ്, അതായത് അവരുടെ അറ്റത്തോ അല്ലെങ്കിൽ അവരുടെ ടെർമിനൽ പോർഷനിലോ ആര് കാണും? ബ്രാഞ്ചസുകള്. ചില ബ്രാഞ്ചസുകളിൽ ആരെ കാണാൻ പറ്റും? സ്റ്റെം ആദ്യമേ ഇതാവുന്ന എങ്ങനെയാ? ഒന്ന് ബ്രാഞ്ച് അല്ലെ, ബ്രാഞ്ചസ്, ശാഖകൾ. പിന്നീട് നമുക്ക് ആരെ കാണാൻ പറ്റും? നല്ല പച്ച നിറത്തിലുള്ള, ഓക്കെ ഒരു മിനിറ്റ്, നല്ല പച്ച നിറത്തിലുള്ള ആരെ കാണാൻ പറ്റും നമുക്ക്? ലീഫുകളെ കാണാൻ പറ്റും. പച്ച നിറത്തിൽ ലീഫുകളെ കാണാൻ പറ്റും. ഓക്കെ, പച്ച നിറത്തിലെ ലീഫുകളെ കണ്ടല്ലോ. പിന്നെ ആരുണ്ടാവും? നല്ല കളർഫുൾ ആയിട്ടുള്ള ചെമ്പരത്തി, അതുപോലെ മറ്റ് റോസുകള് കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്ലവേഴ്സുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്താ? ഇതൊരു തക്കാളി ചെടിയാണെങ്കിൽ ഇവിടെയൊക്കെ ആരുണ്ടാവും? നമ്മുടെ തക്കാളികൾ അല്ലെ, തക്കാളി ഉണ്ടാവും അല്ലെ, ഫ്രൂട്ട്സുകൾ ഉണ്ടാവും. അപ്പോ ഇങ്ങനെ പല ആൾക്കാരും ബെയറിംഗ് ആയിട്ടുള്ള ഒരു ആക്സിസ് ആണ് അല്ലെങ്കിൽ ഒരു തണ്ടാണ് എന്ത്? നമ്മുടെ സ്റ്റെം എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെം എന്ന് പറയുന്നത് എന്താടാ? സ്റ്റെം എന്ന് പറഞ്ഞാല് ഇറ്റ്സ് ആൻ ആക്സിസ്. ഇങ്ങനെ നല്ല നീളത്തിലിരിക്കുന്ന ഒരാളാണ്. തെറ്റിപ്പോയി. ഓക്കെ, നീളത്തിലിരിക്കുന്ന ഒരാളാണ്. അയാൾക്ക് എന്തുണ്ടാവും? അയാൾക്ക് ഒന്നാമതായി ശാഖകൾ ഉണ്ടാവും. പിന്നീട് ആ ശാഖകളിൽ എന്തുണ്ടാവും? ഇലകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ ആരെ നമുക്ക് കാണാൻ പറ്റും? നമ്മുടെ ഫ്രൂട്ട്സുകളെ കാണാൻ പറ്റും അല്ലെ, ഫ്രൂട്ട്സുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ആരെയൊക്കെ കാണാൻ പറ്റും? പിന്നെ നമുക്ക് ബ്രാഞ്ച് കണ്ടു, ഇല കണ്ടു. നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സ്, തൽക്കാലം ഞാൻ ഇവിടെ ഇങ്ങനെ വരക്കുവാണ്, ഫ്ലവേഴ്സ് കാണാൻ പറ്റും അല്ലെ. ഇങ്ങനെ കുറെ ആൾക്കാരെ നമുക്ക് എന്താണ്? ഒരു ചെടിയുടെ ആക്സിസിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ബെയറിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് ആര്? നമ്മുടെ സ്റ്റെം എന്ന് വിളിക്കുന്നത്. ഇനി സ്റ്റെം എങ്ങനെയാണ് ഉണ്ടായി വരുന്നത്? നമ്മൾ പറഞ്ഞല്ലേ, സീഡിന്റെ ഈ ഒരു പാർട്ടിനെ നമ്മൾ റാഡിക്കിൾ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്, വിളിക്കുന്നത് അല്ലെ. ഈ റാഡിക്കിള് പിന്നീട് എന്തായാണ് മാറുന്നത്? റൂട്ട്സുകളായി മാറുന്നു അല്ലെ. അപ്പോ ഈ പൊക്കത്തെ ആള് വേറൊരാളുണ്ട് അല്ലെ. ആരാണ് അയാള്? പ്ലിമ്യൂൾ അല്ലെ, പ്ലിമ്യൂൾ. ഈ പ്ലിമ്യൂള് പിന്നീട് എന്തായി മാറുന്നു? ഇവരാണ് ഇനി എന്ത് ചെയ്യുന്നത്? സ്റ്റെം ആയി മാറുന്നത് അല്ലെ. സ്റ്റെം ആയി മാറുന്നത് ആരാണ്? നമ്മുടെ പ്ലിമ്യൂൾ ആണ് പിന്നീട് സ്റ്റെം ആയി മാറുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സീഡിൽ നിന്നും 2 പോർഷൻസ് ഉണ്ട്. അത് പിന്നീട് എന്താ? ടാപ്പ് റൂട്ട് സിസ്റ്റമോ ഫൈബ്രസ് റൂട്ട് സിസ്റ്റമോ അതോ അല്ലെങ്കിൽ അഡ്വാൻറ്റേഷ്യസ് റൂട്ട് സിസ്റ്റമായി മാറുന്നു. പിന്നീട് പൊക്കത്തേക്ക് വേറൊരാളുണ്ട് അല്ലെ. അയാളാണ് ആര്? പ്ലിമ്യൂൾ. അയാളാണ് പിന്നീട് എന്തായി ഡെവലപ്പ് ചെയ്യുന്നത്? സ്റ്റെം അഥവാ തണ്ടായി മാറുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേടാ, ഈ പറയുന്ന സ്റ്റെമ്മില് കാണുന്ന ഓരോ ആൾക്കാരുകളുണ്ട് അല്ലെ. ഈ സ്റ്റെമ്മ് പിന്നീട് എന്താവുന്നു? അത് പിന്നീട് അത് പിന്നീട് ഒരുപാട് ആൾക്കാരായി മാറുന്നു. അതിൽ ഫസ്റ്റ് ആളാണ് അല്ലെ, നമ്മുടെ ലീഫിനെ പറ്റിയിട്ടാണ് നമ്മൾ ബ്രാഞ്ചിങ് കഴിഞ്ഞ് അടുത്തത് പറഞ്ഞത്. അപ്പൊ നോക്കിക്കേ, ഒരു തണ്ടില് ഇവിടെ ലീഫ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ലീഫ് കാണുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റെമ്മിൽ നിന്നും കളർ മാറട്ടെ, വേണ്ട ഗ്രീൻ എടുക്കാം അല്ലെ. സ്റ്റെമ്മിൽ നിന്നും ഈ ഇവോൾവ് ചെയ്യുന്ന ഈ ഒരു ഭാഗമില്ലേ, അതായത് ഈ തണ്ടില്ലേ, തണ്ടിൽ നിന്നും ഇവിടെ നിന്നാണല്ലോ നമുക്ക് ലീഫ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? നോഡ്. എന്താ? നോഡ് എന്ന് പറയും, നോഡ്സുകൾ. ഓക്കെ, എന്താ വിളിക്കുന്നത്? നോഡുകൾ എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. ഒന്നുകൂടി കാണിച്ചു തരാവേ. അപ്പൊ നമ്മുടെ സ്റ്റെമ്മിൽ നിന്നും എന്തുണ്ടാവുന്നുണ്ട്? സ്റ്റെമ്മിൽ നിന്നും ഒരു പ്രൊജക്ഷനിലൂടെയാണ് ആര് വരുന്നത്? നമ്മുടെ ലീഫ് വരുന്നത്. ആ പ്രൊജക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നോഡ്. ഓക്കെ, നോഡ്സ് എന്ന് വിളിക്കും.
ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോ ഇതും ഒരു നോഡാണ്, ഇതും ഒരു നോഡാണ് അല്ലെ. അപ്പോ ഒരു ചെടിയില് 2 നോഡുകൾക്ക് ഇടയിലുള്ള ആളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റർനോഡ്. എന്താണ്? ഇന്റർനോഡ്. ഇടയിലുള്ള നോഡുകളുടെ ആ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റർനോഡ്. ഇപ്പൊ നിങ്ങൾ മണി പ്ലാന്റ് അതുപോലെ മറ്റ് ഓർണമെന്റൽ പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. നടന്നാൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്ന മക്കളെ? അതിനെ നിങ്ങൾക്ക് ഒടിച്ചു കുത്തി വളർത്തണം. ഈ ടർട്ടിൽ വൈൻ അങ്ങനത്തെ കുറെ ആൾക്കാരില്ലേ, അവരെയൊക്കെ നിങ്ങൾ ഒടിച്ചു കുത്തി വളർത്തുന്നത് എങ്ങനെയാ? അമ്മ പറയുമല്ലേ, ദേ ഇവിടം കൊണ്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് കുത്തി വെക്ക്. അപ്പൊ എന്ത് പറ്റും? കുറച്ചു ദിവസം കഴിയുമ്പോൾ വെള്ളത്തിലോ മണ്ണിലോ ഇട്ട ആളിൽ നിന്നും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതോ ഇവിടെ നിന്നായിട്ട് ആര് വരും? നമ്മുടെ വേരുകള് എന്ത് ചെയ്യും? ഇവോൾവ് ചെയ്യും. അല്ലെങ്കിൽ അമ്മ പറയും, ദോ ഇത്രയും പീസ് നീ ഒന്ന് മുറിച്ചു നോക്കിക്കേ, വളർന്നോളും, തണ്ട് വളർന്നോളും എന്ന് പറയും അല്ലെ. കാര്യം എന്താ? ഇവിടെ നിന്നും ഇവോൾവ് ചെയ്യുന്ന ഈ നോഡുകൾ അതേസമയം നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ കൊണ്ട് മുറിച്ചു വെച്ചു. അപ്പൊ എന്ത് പറ്റൂന്നറിയോ? ഇവിടെ ഒരു ചീവ് വരാൻ സാധ്യത ഉണ്ട്. അതേസമയം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ കൊണ്ട് മുറിച്ച് അല്ലെങ്കിൽ കട്ട് ചെയ്ത് കൊണ്ട് കുത്തി വെച്ച് നോക്ക്, നന്നായിട്ട് അത് വളരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഏത്? ഈ ഇലച്ചെടികൾ. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ പറഞ്ഞു തരാം. നമ്മളുടെ സ്റ്റെമ്മിൽ നമ്മൾ ആദ്യം കണ്ട 2 ടേംസ് ആണല്ലേ ആര്? നമ്മുടെ നോട്ട്സുകളും ഇന്റർനോട്ട്സുകളും. ഒരു തളിര് തണ്ട്, ആ തളിർ തണ്ടിൽ നിന്നും എന്താണ് ഒരു ലീഫ് ഇവോൾവ് ചെയ്യണമെങ്കിൽ ആ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നോഡ് എന്ന് പറയുന്നത്. അതേസമയം അത് കഴിഞ്ഞ് പിന്നെയും മറ്റു സ്ഥലങ്ങളിൽ എന്തുണ്ടാവുന്നുണ്ട്? ലീഫുകൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതും എന്താണ്? ഈ ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേര് നോഡ് എന്ന് തന്നെയാണ്. ഇനി ഈ 2 നോഡുകളുടെ ഇടയിലുള്ള ഈ ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന, ഈ പോർഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റർനോഡ്. എന്താണ്? ഇന്റർനോഡ് എന്ന് വിളിക്കും. ഇന്റർനോഡ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നോഡ്സും ഇന്റർനോഡും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇനി നോക്കിക്കേ, ഇത്തരത്തില് വളരുന്ന ഈ ചെടികളിൽ നമ്മള് അതായത് ഇത് 2 ആക്കി മുറിച്ചു, പിന്നെ വേറെ ഭാഗമില്ലല്ലോ. ഓക്കെ, അല്ലെ ഇങ്ങനെ മുറിക്കുമ്പോ നിങ്ങൾ ആ ചെടികളൊന്ന് നട്ടു നോക്കിക്കേ, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വേര് വരാൻ നോക്കിക്കേ, നന്നായിട്ട് വേര് വരും. നല്ല ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്നൊക്കെ അല്ലെങ്കിൽ ഇവരുടെ കൂടെ നിന്ന് തന്നെയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ ചുരുണ്ടല പോലെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അപ്പൊ ലീവ്സുകൾ സ്റ്റെമ്മിൽ നിന്നും ബോൺ ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? നോട്ട്സുകൾ. ഓക്കെ, മറക്കരുത് കേട്ടോ. ദ ലീവ്സ് ദാറ്റ് എവോൾവ് ഫ്രം അല്ലെങ്കിൽ ഗ്രോൺ ഫ്രം ദ സ്റ്റെം ഇറ്റ്സെൽഫ്, ആ പോർഷനെ വിളിക്കുന്ന പേരാണ് നോഡുകൾ. 2 നോഡുകളുടെ ഇടയിലുള്ള ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റർനോഡ്സ്. ഓക്കെ, ഇന്റർനോഡ്സുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. നോക്കിക്കേ, നമ്മുടെ സ്റ്റെമ്മിനെ കണ്ടോ? സ്റ്റെമ്മുകളിൽ പിന്നെ നമ്മൾ കണ്ട വേറൊരാളായിരുന്നു. ഇപ്പൊ നമ്മള് ലീഫിന്റെ കാര്യമാണല്ലേ പറഞ്ഞേ. ഇപ്പൊ നമ്മള് ലീഫിന്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന ആളാണ് ആര്? വേറെ കളർ എടുക്കാം. ബഡ്സ് എന്ന് പറയുന്നത്. എന്താണ്? ബഡ്സ്. ചെവിയിലിടുന്ന ബഡ്സ് ആണോ? അല്ല. പൂവിന് മുന്നേ പൂവ് ഇങ്ങനെയാടെ ഇരിക്കുന്നേ. പൂവ് ഇങ്ങനെ നല്ല ഭംഗിയിൽ വരയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ. അയ്യോ, ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന ആളാണല്ലേ നമ്മുടെ പൂക്കൾ എന്ന് പറയുന്നത്. അപ്പോ ഈ പൂക്കൾ അല്ലെങ്കിൽ ഈ ഫ്ലവേഴ്സുകൾ ആവുന്നതിന് മുന്നേ അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ബഡ്സുകൾ, മൊട്ടുകൾ എന്ന് വിളിക്കും അല്ലെ. മുല്ലമുട്ട് അല്ലെങ്കിൽ ജാസ്മിൻ മൊട്ടുകൾ എന്നൊക്കെ വിളിക്കും. അവരെങ്ങനെ ഇരിക്കുന്നത്? അവരിതോ ഇങ്ങനെയല്ലേ ഇരിക്കുന്നേ? ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നേ. ഇങ്ങനെ മടങ്ങി നല്ല ഓരോ ലെയേഴ്സുകൾ ഇങ്ങനെ കവേർഡ് ആയിട്ട് നല്ലൊരു മൊട്ട്. നമ്മുടെ താമരയുടെ ഒക്കെ മൊട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. ഓരോ ഇതളുകൾ ഇങ്ങനെ അവരിങ്ങനെ ചുറ്റി ഇരിക്കുന്നത് കാണാൻ പറ്റും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ബഡ്സുകൾ 2 രീതിയിൽ നമ്മുടെ സ്റ്റെംസിൽ കാണാം. ഒന്ന് ആക്സിലറി ബഡും ഒന്ന് ടെർമിനൽ ബഡുകളും. ഒന്ന് നമ്മുടെ തണ്ടിന്റെ ബ്രാഞ്ചിന്റെ അങ്ങ് അറ്റത്ത് പോയിരിക്കുന്ന ബഡ്സുകളും ഉണ്ടാവും. അതുപോലെ തന്നെ ബ്രാഞ്ചിനോട് ചേർന്നിരിക്കുന്ന ബഡ്സുകളും ഉണ്ടാവും. ഇവരെ നമ്മൾ വിളിക്കുന്നത് ടെർമിനൽ ബഡ്സുകൾ എന്നും ആക്സിലറി ബഡ്സുകൾ എന്നുമാണ് വിളിക്കുന്നത്. എങ്ങനെയാടാ? ഒരു തണ്ടില് ആരൊക്കെ ഉണ്ടാവും? ടെർമിനൽ ബഡ്സുകളും കാണാൻ പറ്റും, അതുപോലെ തന്നെ ആക്സിലറി ബഡ്സുകളും കാണാൻ പറ്റും. ശാഖകളിൽ നിന്നും പിന്നീടും വളർന്നു വരുന്ന ശാഖകളുടെ അറ്റത്തും കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റംസുകളിൽ നിന്ന്, അതായത് നമ്മുടെ തണ്ടുകളിൽ നിന്ന് തന്നെ നോട്ട്സുകൾ ജനറേറ്റ് ചെയ്ത് ഇത് ഇച്ചിരി നീങ്ങിയിട്ടല്ലേ വളർന്നേക്കണേ. ഇവരവിടെ ചേർന്ന് തന്നെ നിൽക്കുന്ന ബഡ്സുകളും ഉണ്ട്. അങ്ങനെ 2 ടൈപ്പ് ബഡ്സ് ഉണ്ട്. ആക്സിലറി ബഡ്സുകളും ഉണ്ട്, ടെർമിനൽ ബഡ്സുകളും ഉണ്ട്. ഓക്കെ,
ക്ലിയർ ആണല്ലോ. അപ്പൊ സ്റ്റെംസിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സ്റ്റെംസിൽ നമുക്ക് ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് പോകാം. അപ്പൊ സ്റ്റെംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെംസ് എന്ന് പറഞ്ഞാൽ ആൻ ആക്സിസ് ദാറ്റ് ഈസ് ബെയറിംഗ് ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ ലീവ്സ്, ഇത്തരമുള്ള എല്ലാ ആൾക്കാരും ചേർന്നിട്ടുള്ള ഒരു ആക്സിസ് ആണ് ആര്? നമ്മുടെ സ്റ്റെം എന്ന് പറയുന്നത്. ഓക്കെ, അതില് സ്റ്റെംസുകൾ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു സീഡ് ജെർമിനേഷൻ സമയത്ത് താഴത്തോട്ടുള്ള റാഡിക്കള് റൂട്ടായി മാറുന്നു, മേലേക്കുള്ള പ്ലിമ്യൂള് സ്റ്റെമ്മായി മാറുന്നു. റാഡിക്കള് ആയിട്ടുള്ള റൂട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്മൾ പ്ലിമ്യൂൾ ആയിട്ടുള്ള സ്റ്റെമ്മിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ എന്ത് നോക്കി? പിന്നീട് നമ്മൾ നോട്ട്സുകളുടെയും ഇന്റർ നോട്ട്സുകളുടെയും കാര്യം പറഞ്ഞു. ബ്രാഞ്ചസുകളിൽ നിന്നും ലീവ്സുകള് വളർന്നു വരുന്ന റീജിയനെ നമ്മൾ നോട്ട്സുകൾ എന്നും, ആ രണ്ട് നോട്ട്സുകളുടെ ഇടയിലുള്ള ഗ്യാപ്പിനെ നമ്മൾ ഇന്റർ നോട്ട്സുകൾ എന്നും നമ്മൾ വിളിച്ചല്ലോ. ക്ലിയർ ആണല്ലോ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ലീഫ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബഡ്സിന്റെ കേസ് പറഞ്ഞു. ചെവിയിലിടുന്ന ബഡ്സുകളല്ല, പൂമുട്ടുകൾ. ഓക്കെ, അപ്പൊ ഈ ബഡ്സുകൾ രണ്ട് രീതിയിലുണ്ട്. ആക്സിലറിയും ഉണ്ട്, കളർ മാറ്റിക്കോട്ടെ. ആക്സിലറി ഉണ്ട്, ടെർമിനലും ഉണ്ട്. ടെർമിനൽ. ഓക്കെ, ആക്സിലറി ബഡ്സുകളും ഉണ്ട്, ടെർമിനൽ ബഡ്സുകളും ഉണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ആളിലേക്ക് പോയാലോ. അടുത്ത ആൾ ആരായിരിക്കും? ബഡ്സുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് പൂവും കായ്കളൊന്നും വേണ്ട, നമുക്ക് വേറൊരാളെ പഠിക്കാം. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, ഇവര് നമ്മുടെ തളിര് സ്റ്റെംസുകൾ അല്ലെ. ഒരു ചെടി ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യമേ നല്ല പച്ച കളർ, നല്ല ഗ്രീൻ കളറിൽ ഇരിക്കും അല്ലെ. പിന്നീട് ഇവരെന്താണ്? എല്ലാ ഇതിലുമല്ല, ചില ആൾക്കാരിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആദ്യമേ ഇവർ നല്ല പച്ച കളറിൽ ഇരിക്കുന്നു. അതിനുശേഷം പിന്നീട് എന്താവുന്നു? മെച്ചുറേഷൻ എന്ന സ്റ്റേജിൽ എത്തുമ്പോൾ ഇവരെന്തിലേക്കാവുന്നു? നല്ല വണ്ണത്തില് ഇവരുടെ കളർ ചേഞ്ച് ചെയ്യുക അല്ലെ. ബ്രൗൺ കളർ ആയിട്ടുള്ള നല്ല കട്ടിയുള്ള സ്റ്റെംസുകളായിട്ട് നമ്മൾ മാറും. ഓക്കെ, അപ്പൊ ആദ്യമേ തളിരുകളായിട്ടുള്ള ചെറിയ തണ്ടായിരിക്കും. അവരിൽ നിന്നും പിന്നീട് എന്തായി മാറുന്നു? അത് നല്ല കട്ടിയുള്ള സ്റ്റെം ആയിട്ട് മാറുന്നു. ആദ്യം ഗ്രീൻ ആയിട്ടുള്ള കളറിൽ ഇരിക്കുന്നു, പിന്നീട് അവരെന്ത് ചെയ്യുന്നു? യങ്ങർ പൊസിഷനിൽ. എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല അല്ലെ. ചില ചെടികൾ ആദ്യമേ നല്ല ഗ്രീൻ കളർ ആയിരിക്കും, പിന്നീട് മെച്ചൂർഡ് ആവും തോറും അവർ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കും. പക്ഷെ എല്ലാത്തിലും വുഡി ബ്രൗൺ കളർ അങ്ങനത്തെ ഒരു ടെക്സ്ചർ എത്തണം എന്നില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ലീഫി പ്ലാന്റ്സിലൊക്കെ കണ്ടിട്ടില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇടുന്ന ആൾക്കാര് പിന്നീട് എന്താവുന്നു? നല്ല വണ്ണത്തില്, നല്ല വുഡി, നല്ല കരുത്തന്മാരായി, നല്ല ബ്രൗൺ കളേഴ്സിലായി മാറുന്നുണ്ട് അല്ലെ. പ്ലാന്റ്സുകളുടെ സ്റ്റെംസുകളുടെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ. ക്ലിയർ ആണല്ലോ. ഇനി നോക്കിക്കേ, അപ്പൊ ഒന്നും കൂടി പറയാം, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിക്കേ നിങ്ങള്. സ്റ്റെംസ് ജനറലി ഗ്രീനും യങ്ങും ആയിരിക്കും. സ്റ്റെംസ് എങ്ങനെയാണ്? ജനറലി എല്ലാം പോകും. ഓക്കെ, സ്റ്റെംസ് ജനറലി ഗ്രീനും അതുപോലെ തന്നെ യങ്ങുമായിരിക്കും. പിന്നീട് അവരവരുടെ ഗ്രോത്ത് അല്ലെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ ആഫ്റ്റർ ഗ്രോത്ത് ലേറ്റർ അവർ പിന്നീട് എന്തായി മാറുന്നുണ്ട്? നല്ല വുഡിയും അതുപോലെ തന്നെ വുഡി ആൻഡ് എന്തായി മാറുന്നു? ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്രൗൺ കളറിലേക്ക് അവരുടെ കളർ മാറുന്നുണ്ട്. എന്തൊക്കെ മാറുന്നുണ്ട്? അവരുടെ സ്റ്റെമ്മിന്റെ തിക്നെസ്, മെച്ചോർഡ് യങ്ങിൽ നിന്നും മെച്ചോർഡും ആവുന്നുണ്ട്. കളർ ചേഞ്ചസ് ഫ്രം ഗ്രീൻ ടു ബ്രൗൺ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നോക്കിക്കേടാ, ഇനി നമ്മൾക്ക് നോക്കാനുള്ളത്, നമുക്ക് ഇവരുടെ നമ്മുടെ സ്റ്റെമ്മിന്റെ കുറെ ഫങ്ഷൻസുകളുണ്ട്. നമ്മുടെ റൂട്ട്സുകൾക്ക് ഉണ്ടായിരുന്നു, പക്ഷേ സ്റ്റെംസിനും കുറച്ചധികം ഫങ്ഷൻസുകളുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കിയാലോ. സ്റ്റെംസുകളുടെ ഫങ്ഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, അവർ എന്ത് ചെയ്യുന്നു? അവർ കുറെ ആൾക്കാർ ഇങ്ങനെ താങ്ങി നിർത്തുന്നുണ്ട് അല്ലെ. ദേ ഹാവ് ബെയറിംഗ്. കുറെ കൈകൊണ്ട് അവിടെ ഇവിടെ നിന്നൊക്കെ കുറെ ആൾക്കാരെ പിടിച്ചു വെക്കുന്നുണ്ട്. ഫസ്റ്റത്തെ ആളാരാണ്? നമ്മുടെ ലീഫ് അല്ലെ. തണ്ടിൽ ആരുണ്ട്? തണ്ടിൽ ലീഫ് ഇല്ലേ? അപ്പൊ ലീഫിനെ ബെയർ ചെയ്യുന്നുണ്ട് ആര്? നമ്മുടെ സ്റ്റെം എന്ന് പറയുന്നത്. നേരത്തെ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അവിടെ ആരുണ്ട്? ബഡ്സുകളുണ്ട് അല്ലെ. മുട്ടുകൾ അവര് ബെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് തിങ് എന്താണ്? ഫ്ലവേഴ്സ് അല്ലെ. ഞാൻ ഇങ്ങനെ വരക്കുന്നുള്ളൂ കേട്ടോ. ഫ്ലവേഴ്സുകളുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ആരാണ്? നമ്മുടെ ഫ്രൂട്ട്സുകൾ അല്ലെ. അപ്പൊ ആരൊക്കെയുണ്ട്? ലീഫ് ഉണ്ട്. കുറച്ച് കളർഫുൾ ആക്കാം. ലീവ്സ് ഉണ്ട്. ക്ലിയർ ആണല്ലോ. ലീഫ് ഉണ്ട്. പിന്നെ ആരുണ്ട്? ബഡ്സ് ഉണ്ട്. ബഡ്സ് നമുക്ക് തൽക്കാലം യെല്ലോ കളറിൽ കൊടുക്കുവാണെങ്കിൽ ബഡ്സ് ഉണ്ട്. ഇങ്ങനെയും ബഡ്സ് വരക്കാട്ടോ. പിന്നെ എന്താണ്? നമ്മുടെ പൂക്കൾ. പക്ഷെ ഒരു പൂവേ നമ്മൾ വരക്കുന്നുള്ളൂ. പൂവുണ്ട്. 4 ഇതളായിപ്പോയല്ലേ, 5 ആക്കാം. ഓക്കെ.
ഇപ്പൊ മെനയ ടൈപ്പ് ഒരു ഭംഗിയില്ല ടൈപ്പ് അല്ലെ. ഓക്കെ, ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നീട് ആരുണ്ട്? നമ്മുടെ ഫ്രൂട്ട്സ് നമുക്ക് പിങ്ക് കളർ കൊടുക്കാം. ഫ്രൂട്ട്സ് ഏത് വരയ്ക്കും? ആരെങ്കിലൊക്കെ വരയ്ക്കും. ഓക്കെ, പിങ്ക് കളർ തക്കാളി, അതെങ്ങനെയുണ്ട്? ഓക്കെ, അങ്ങനെ ഇത്രയും ആൾക്കാരെ ബെയർ ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ സ്റ്റെമ്മേട്ടൻ. ഓക്കെ, സ്റ്റെം ഈസ് ദ പേഴ്സൺ ഹൂ ബെയറിംഗ് ലീഫ്. ഇപ്പത്തരാം കാണൂലേ? ഓക്കെ, ലീഫ്, ബഡ്, ഫ്ലവർ, ഫ്രൂട്ട്സ്. അയ്യോ, ഓക്കെ, ഫ്രൂട്ട്സ്. ഓക്കെ, ഇത്രയും ആൾക്കാരെ ബെയർ ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ ഡിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റെം എന്ന് പറയുന്നത്. സ്റ്റെമ്മിന് ഒരുപാട് ഭാരങ്ങളുണ്ട്. സ്റ്റെം ഒരുപാട് ആൾക്കാരെ എന്ത് ചെയ്യുന്നുണ്ട്? ബെയർ ചെയ്ത്. ലീഫിനെ ഞാൻ പിടിച്ചോളാം, സ്റ്റെം എന്താണ് നമ്മുടെ ഫ്രൂട്ടിനെ എൻ്റെ ഫ്രൂട്ട്സിനെ ഞാൻ പിടിച്ചോളാം, ഫ്ലവേഴ്സിനെ ഞാൻ എടുക്കാതെ സൂക്ഷിച്ചോളാം, ബഡ്സുകളെ നിങ്ങൾ എൻ്റെ കയ്യിൽ സേഫ് ആയിരിക്കും മക്കളെ എന്ന് പറയുന്ന ഒരു കെയറേറ്ററാണ് ആര്? നമ്മുടെ സ്റ്റെമ്മിന്റെ ഏറ്റവും ഫസ്റ്റ് ഫംഗ്ഷൻ. ദേ വർ ബെയറിംഗ്. ലീഫ് ഉണ്ട്, ബഡ്സ് ഉണ്ട്, ഫ്ലവർ ഉണ്ട്, ഫ്രൂട്ട് ഉണ്ട്. ഓക്കെ ഓക്കെ, ഫൈൻ. ഇനി നോക്കിക്കേ, അടുത്തൊരു ഫംഗ്ഷൻ ആണ് എന്ത്? വാട്ടർ കണ്ടക്ഷൻ ആൻഡ് മിനറൽ. അത് ഒറ്റ ഫംഗ്ഷൻ ആണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിൽ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഇവരെന്താ ചെയ്യുന്നേ? നമുക്കറിയാം, ഒരു പ്ലാന്റിനെ സംബന്ധിച്ച് ആ പ്ലാന്റിന് എന്തൊക്കെ വേണോടാ? ആ പ്ലാന്റിന് വെള്ളം വേണം, മിനറൽസ് വേണം, ഫുഡ്സ് വേണം, ഇത്ര ആൾക്കാർ വേണം അല്ലെ? അപ്പോ അതില് വെള്ളവും മിനറൽസുകളും എത്തിക്കുന്ന ഒരു കണ്ടക്ടർ ആണ് ആര്? നമ്മുടെ ബസ്സിലെ കണ്ടക്ടേഴ്സുകളില്ലേ, അവരെ പോലെ എന്താണ് എല്ലായിടത്തേക്കും വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ മിനറൽസുകളും, നമ്മുടെ ലീഫിൽ നിന്നും ഫുഡ് ഉണ്ടാവുന്നു. പിന്നെന്താ? റൂട്ട്സുകളിൽ നിന്നും വരുന്ന വെള്ളത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവരിലേക്കും എത്തിക്കുന്ന ഒരു കണ്ടക്ടർ ആണ് ആര്? സ്റ്റെം എന്ന് പറയുന്നത്. അതുപോലെ മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്ന നമ്മുടെ മിനറൽസുകളും മറ്റ് കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്ന വേറൊരു ടൈപ്പ് ഓഫ് കണ്ടക്ടർ സ്വഭാവമുള്ള ആളാണ് ആര്? നമ്മുടെ സ്റ്റെം എന്ന് പറയുന്നത്. ആൻഡ് ഇവർ എന്തിനും സഹായിക്കുന്നുണ്ട്? ഫോട്ടോസിന്തസിസിനും സഹായിക്കുന്നുണ്ട്. കാരണം എന്താ? സ്റ്റെമ്മിലാണല്ലോ നമ്മുടെ ലീഫ് ഇരിക്കുന്നത്. ലീഫ് ഈസ് ദ പേഴ്സൺ ഹു പ്ലേ ദ റോൾ ഫോട്ടോസിന്തസിസ് ഇൻ എ പ്ലാന്റ് അല്ലേ? അപ്പൊ ഫോട്ടോസിന്തസിസും ഈസ് അനദർ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് ആര്? നമ്മുടെ സ്റ്റെം. ഓക്കെ, അപ്പൊ സ്റ്റെം എന്തൊക്കെ ചെയ്യുന്നുണ്ട്? സ്റ്റെം ആദ്യമേ നല്ലൊരു രക്ഷാധികാരിയാണ്. പ്ലാന്റ്സുകളിലെ സകല പാർട്സുകളെയും എന്ത് ചെയ്യുന്നു? ബെയർ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എന്താണ്? അവരെന്ത് ചെയ്യുന്നുണ്ട്? ദേ വർ കണ്ടക്ടിങ് വാട്ടർ, മിനറൽസ് ആൻഡ് ഫോട്ടോസിന്തസിസ് അല്ലെ? പിന്നെ അവർ ചെയ്യുന്ന വേറെ കുറെ അടിപൊളി കാര്യങ്ങളുണ്ട്. അതിലെ അടുത്ത കാര്യമാണ് നോക്കിക്കേ നിങ്ങള്, ഫുഡ് സ്റ്റോറേജ് അല്ലേ? നമ്മളുടെ ലീഫ് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. ലീഫാണ് നമ്മുടെ ഇവിടത്തെ നമ്മുടെ കിച്ചൺ അല്ലേ? ഒരു വീട്ടിലെ ഒരു പ്ലാന്റിന്റെ കിച്ചൺ എന്ന് പറയപ്പെടുന്ന ലീഫ്. ആ ലീഫ് ഭക്ഷണം ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയ ഭക്ഷണം എന്ത് ചെയ്യുന്നുണ്ട്? ചേട്ടാ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സ്റ്റെമ്മേട്ടന്റെ മക്കൾക്കൊക്കെ ഭക്ഷണം എത്തിക്കൂ. അപ്പൊ പുള്ളി പറഞ്ഞു, എടാ ഞാൻ വെള്ളവും മിനറൽസ് ഒക്കെ എത്തിച്ചടാ, എല്ലാം എത്തിച്ച്. പക്ഷെ ഇനി എന്താ? അപ്പൊ നമ്മുടെ ലീഫ് പറയാണ്, അയ്യോ ചേട്ടാ, ഭക്ഷണമൊക്കെ ബാക്കി വന്നല്ലോ, എന്ത് ചെയ്യും? അപ്പോഴും നമ്മുടെ സ്റ്റെമ്മേട്ടൻ പറയും, മോളെ നീ വിഷമിക്കണ്ട, നീ ഉണ്ടാക്കിയ ഭക്ഷണം ഇവിടെ ആര് കളയാൻ പോകില്ല, ഞാൻ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാന്ന് പറഞ്ഞ് സ്റ്റെം എന്ത് ചെയ്യും? സ്റ്റെമ്മിന്റെ ബോഡിയിൽ തന്നെ ആ ഫുഡെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്റ്റോറേജിങ് കപ്പാസിറ്റിയും കൂടെ ആർക്കുണ്ട്? നമ്മുടെ സ്റ്റെമ്മേട്ടനുണ്ട്. ഓക്കെ, പിന്നീട് എന്താണ് അടുത്ത ഫംഗ്ഷൻ? അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് സപ്പോർട്ട്. ഓക്കെ, സ്റ്റെമ്മേട്ടനാണ് ഒരു ചെടിയുടെ എല്ലാം. ഓക്കെ, എല്ലാം പുള്ളിയാണ്. പുള്ളി തന്നെ എല്ലാവരെയും കാത്തു സംരക്ഷിക്കുന്നു. പുള്ളി തന്നെ എല്ലാ ഭക്ഷണവും സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പുള്ളി തന്നെ എന്ത് ചെയ്യുന്നു? ഒരു സപ്പോർട്ടായിട്ട്, ഒരു ബലമായിട്ട് നിൽക്കുന്നു. കാരണം എന്താണ്? നമ്മുടെ റൂട്ട്സ് സംഭവം ശരിയാ, റൂട്ട്സ് പ്ലാന്റിനെ ആടി ഉലയാതെ പിടിച്ചു നിർത്തുന്നുണ്ട്, ഒരു ആങ്കർ ആയിട്ട് നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെം ചേട്ടനും എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റെമ്മേട്ടന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, എന്തോരം ബാധ്യതകളാ ഫ്രൂട്ട്സിനെ, വെജിറ്റബിൾസിനെ, ലീഫിനെ, ബഡ്സിനെ ഒക്കെ പിടിച്ചു നിർത്താൻ വേണം. ഈ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ബാക്കിയുള്ളവങ്ങൾ തിന്നു തീർക്കാത്തപ്പോ സൂക്ഷിച്ചും വെക്കണം. അതുപോലെ തന്നെ എന്താ? അതുകൊണ്ട് തന്നെ പുള്ളി എന്താ? വലിയൊരു സപ്പോർട്ടാണ് അല്ലെ? സോ ഹീസ് എ സപ്പോർട്ട്. പ്ലാന്റുകളിൽ സ്റ്റെംസ് എന്ന് പറയുന്നത് ദേ വർ പ്രൊവൈഡിങ് എ ഗുഡ് സപ്പോർട്ട് ഫോർ ദി പ്ലാന്റ് അല്ലെ? പ്ലാന്റിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്തോരം സാധനങ്ങളാണ് അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യുന്നത്. എന്നിട്ട് പുള്ളി വീഴാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഹീസ് ദാറ്റ് മച്ച് ഓഫ് സ്ട്രോങ് ആയതുകൊണ്ടിട്ടാണ് ഹി ക്യാൻ സപ്പോർട്ട് ദി പ്ലാന്റ് പാർട്സുകൾ അല്ലെ? സോ അവരെന്ത് ചെയ്യുന്നുണ്ട്? ദേ വർ എ സപ്പോർട്ടർ. ആൻഡ് ദ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, നിങ്ങൾ നിങ്ങളുടെ തണ്ടിലേക്ക്, നമ്മുടെ പ്ലാന്റ്സുകളുടെ തണ്ടിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. നിങ്ങളുടെ വീട്ടിലുള്ള ഓർണമെന്റൽ പ്ലാന്റ്സുകൾ നോക്കിയാൽ മതി. ഒന്നുകിൽ അവരുടെ കുഞ്ഞു കുഞ്ഞു ശിശിരങ്ങൾ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൊട്ടുകൾ അല്ലെങ്കിൽ ഇത്തിരി ഊട്ടകൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു മുള്ളുകൾ കാണാൻ പറ്റും.
മുള്ളുകൾ കാണാൻ പറ്റുന്ന എവിടെയൊക്കെയാ? ബൊഗെയിൻ വില്ലയിൽ കാണാൻ പറ്റും, നമ്മുടെ റോസുകളിൽ കാണാൻ പറ്റും. അവരെന്താ വിളിക്കുന്നത് നമ്മള്? ഈ മുള്ളുകള് നമ്മൾ എന്താ ഹെൽപ്പ് ചെയ്യുന്ന അവർ ഈ ആനിമൽസുകളുടെ അറ്റാക്കിൽ നിന്നൊക്കെ അവരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ തണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? തണ്ട് പ്രൊവൈഡിങ് എ പ്രൊട്ടക്ഷൻ അല്ലെ? സ്റ്റെമ്മേട്ടൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാവരെയും കാത്തു സംരക്ഷിക്കുന്നുണ്ട്, എല്ലാവരുടെ ഭക്ഷണങ്ങൾ ഒളിപ്പിച്ചല്ല സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ അദ്ദേഹത്തിന്റെ തലയിലാണ് ഒരുപാട് ഭാരങ്ങൾ ഇരിക്കുന്നത്. കൂടാതെ ഇപ്പൊ അദ്ദേഹം പ്രൊട്ടക്ഷനും ചെയ്യേണ്ടി വരിക. ആൻഡ് ദ ലാസ്റ്റ് ഇതെന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അല്ലെ? പ്ലാന്റ്സുകളുടെ റീപ്രൊഡക്ഷന് സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ് എന്ത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഒന്നുമല്ല, നമ്മുടെ ഗ്രാഫ്റ്റിങ്ങും ബഡിങ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിൽ എന്താ ചെയ്യുന്നത്? ഗ്രാഫ്റ്റിങ്ങും ലെയറിംഗ് ഒക്കെ എന്താ ചെയ്യുന്നത്? ഒന്നുകില് നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് സൈക്കിളിനെ നമ്മൾ ചേർത്ത് വെച്ച് തുന്നിക്കെട്ടി വെക്കുന്ന പരിപാടിയാണല്ലേ എന്ത്? ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ലെയറിംഗ്, നമ്മുടെ തണ്ടെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? മണ്ണിൽ ഞങ്ങൾ ബറീഡ് ചെയ്തിട്ട് കുഴിച്ചിടും അല്ലെ? മണ്ണിൽ ബറീഡ് ചെയ്തിടുമ്പോ പിന്നീട് എന്ത് പറ്റും? അവിടെ നിന്ന് വേര് വന്ന് പിന്നെ ഇങ്ങനെ അവർ വളർന്ന് പിന്നെ വേര് വന്ന് അങ്ങനെ പല ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻസുകളൊക്കെ നമുക്ക് എന്ത് വെച്ചാൽ നമ്മൾ ചെയ്യല്? സ്റ്റെംസ് വെച്ചിട്ടല്ലേ നമ്മൾ ഭൂരിഭാഗവും ചെയ്യുന്നത്. സ്റ്റെമ്മിലല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്തുന്നത്. സോ ഇറ്റ്സ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദി സ്റ്റെം ഈസ് ദി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്താൻ സാധ്യമാക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇവരുടെ ഫങ്ഷൻസ്. മനസ്സിലായോ? ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം ഫങ്ഷൻസ്. ഫസ്റ്റ് ബാക്കിൽ തുടങ്ങാം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, പ്രൊട്ടക്ഷൻ, സപ്പോർട്ട്, burying different types of plant partsകൾ, ഫുഡ് സ്റ്റോറേജ്, ഇത്ര ഉള്ളവരുടെ ഫംഗ്ഷൻ. ക്ലിയർ? ഓക്കെ, പിന്നെ എന്താ നമ്മൾ പഠിച്ചു? സ്റ്റെമ്മുകൾ നമ്മുടെ കുഞ്ഞു സ്റ്റെംസിൽ നിന്നും മെച്ചേർഡിലേക്ക് ആവുമ്പോൾ വരുന്ന മാറ്റങ്ങൾ അതല്ലേ നോക്കിയത്? അതെ, അത് തന്നെയാണ് നമ്മൾ നോക്കിയത്. പിന്നെ വാട്ടർ കണ്ടക്ഷൻ, മിനറൽ കണ്ടക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ എന്ത് നോക്കി? പിന്നെ നമ്മൾ എന്താണ് നോക്കിയത്? പിന്നെ നമ്മൾ ഓരോരുത്തരുടെ ഫംഗ്ഷൻസുകൾ നോക്കി. പിന്നെ നമ്മൾ എന്ത് നോക്കി? ഗ്രീൻ ലങ് ആയിട്ടുള്ള ആളിൽ നിന്നും അവരെന്തായി? ഡാർക്ക് ആൻഡ് ബ്രൗൺ ആയിട്ടുള്ള മെച്ചൂർഡ് ആയിട്ടുള്ള ആളായി മാറി. പിന്നീട് നമ്മൾ അവരുടെ ഓരോ ബഡ്സുകളുടെ കാര്യം പറഞ്ഞു, പിന്നെ ലീവ്സുകളുടെ കാര്യം പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു? സീഡ്സിൽ നിന്നും പ്ലിമ്യൂളും റാഡിക്കളും വളർന്നു വരുന്നതും അതിന്റെ റാഡിക്കൽ ആണെങ്കിൽ റൂട്ട്, പ്ലിമ്യൂൾ ആണെങ്കിൽ സ്റ്റെം. ഇത്രയും കാര്യങ്ങളാണല്ലേ നമ്മൾ സ്റ്റെമ്മിന്റെ കേസിൽ പറഞ്ഞത്. അപ്പൊ റൂട്ടും സ്റ്റെമ്മും ക്ലിയർ ആയല്ലോ. ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷെ നല്ല ഇലാബറേറ്റഡ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞത്. കാരണം ഓരോ സിമ്പിൾ വേർഡ്സുകളും നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങളുടെ മൈൻഡിൽ സേവ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത്രയുള്ള ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞു. ഓക്കെ ബൈ, എല്ലാവരും പൊക്കോളൂ. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.